തൃശ്ശൂർ 4 കിലോ 100, 5 കിലോ 100, 2.5 കിലോ 50. ഇവിടെ തൃശ്ശൂര് വിൽക്കുക. അതാ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇതിപ്പോ മോളെ എന്ത് വരെയ്ക്ക് എടുക്കും? ഒരു നാരങ്ങ എന്ത് വരെയ്ക്ക് എടുക്കും? 50 ദിവസത്തിന് മേലെ എടുക്കുമോ? എടുക്കില്ല. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് 70-80 ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു കർഷകനും കൂടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ 20 ഏക്കർ സ്ഥലത്ത് നെല്ല് പണിതുണ്ടായിരുന്നു. അതിന് 1 രൂപ പോലും സബ്സിഡി വന്നിട്ടില്ല. ജനങ്ങൾക്ക് അവർ ജനങ്ങളിലെ കാശില്ല, പണിയില്ല, തൊഴിലില്ല. അപ്പോൾ അവർ ഒന്നും മേടിക്കാനും ഇല്ല. അതാണ് ഇന്നത്തെ നമ്മുടെ ജീവിത രീതി. കടുത്ത വേനലിലും പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് ഇതിന് കാരണം. സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റും കൈവിട്ടു പോവുകയാണ്. ഇതോടെ കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ്. സാധനങ്ങൾക്ക് വില കൂടുതൽ. പച്ചക്കറി ബീൻസ് 200 രൂപ വെക്കണു, പാവയ്ക്ക 160 രൂപ വെക്കണു, പയറോളായാലും 60 രൂപ 70 രൂപ വിലയിലായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വില കൂടുതൽ. എന്താ പറയുക, പൈനാപ്പിൾ 100 രൂപ വെക്കണം. സാധാരണക്കാരുടെ കാര്യം കട്ടപ്പോക. ഉള്ളവന് ജീവിക്കാം, ഇല്ലാത്തവന് ഉള്ളതുകൊണ്ട് എന്താ പറയുക, ചെറിയ ചെറിയ ഐറ്റംസ് മേടിച്ച് അത് ഉള്ളത് അജിച്ചത് ജീവിക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ ജീവിച്ചു പോകും. അല്ലാത്തവർ കടം കയറി, അല്ലെങ്കിൽ എല്ലാവർക്കും കടം തന്നെ. അതിൻ്റെ ഒപ്പം ഈ വിലകൾ കയറിയപ്പോൾ സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കച്ചവടക്കാർക്ക് അതിൻ്റെ അക്രമം സാധനങ്ങൾ എടുത്തിട്ടിട്ട് ഈ വെയിലും ചൂടാകുമ്പോൾ അത് വാടി കച്ചവടമാവേണ്ട നശിച്ചു പോണു. കച്ചവടക്കാരെ ബുദ്ധിമുട്ട് അതിൻ്റെ അപ്പുറം. ജനങ്ങൾക്ക് ജനങ്ങളിലെ കാശില്ല, പണിയില്ല, തൊഴിലില്ല. അപ്പോൾ അവർ ഒന്നും മേടിക്കാനും ഇല്ല. അതാണ് ഇന്നത്തെ നമ്മുടെ ജീവിത രീതി. ചൂട് കാരണം സാധനങ്ങൾ ഇരുന്ന് നാശം. ഇപ്പോൾ കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെ വയസ്സായ അമ്മമാരെ തൊലി പോലെ. അപ്പം അതും കുറേ കഴിയുമ്പോൾ ഓരോന്നും എടുത്തിട്ട് വേസ്റ്റിലേക്ക് വിടും. അപ്പോൾ അതിലെല്ലാതും കൊണ്ട് നഷ്ടം തന്നെ ജീവിതം. ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടാണ് ഈ വില വന്നിട്ടുള്ളത്. കൃഷികളൊക്കെ നശിച്ചു, വെള്ളമില്ലാണ്ട്. അതുപോലെ ചെറുനാരയെ പിന്നെ എല്ലാ കൊല്ലവും ഇങ്ങനെയുള്ളതാണ്. ഈ സമയത്ത് വില കൂടും. അത് പതിവുള്ളതാണ്. അതൊരു പുതുമയുള്ള സംഭവമല്ല. പിന്നെ മറ്റുള്ള പച്ചക്കറികൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ. പിന്നെ ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടുതലാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഈ വില കൂടുതൽ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ കൃഷി ചെയ്യാൻ തയ്യാറല്ല, പണിയെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മുടെ അവിടെ ഉൽപ്പന്നങ്ങളില്ല. പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി സബ്സിഡി കൊടുത്തു തുടങ്ങും. ഈ വർഷം അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു കർഷകനും കൂടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ 20 ഏക്കർ സ്ഥലത്ത് നെല്ല് പണിതുണ്ടായിരുന്നു. അതിന് 1 രൂപ പോലും സബ്സിഡി വന്നിട്ടില്ല. അപ്പോൾ ആ സബ്സിഡി തന്നോടുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു, സുനിൽകുമാർ. അതുപോലെ കർഷകർക്ക് ഈ ബാങ്കുകളിൽ പോയി 4% പലിശയ്ക്ക് ഗോൾഡ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആ സംവിധാനം എടുത്തു കളഞ്ഞു. അത് സഹകരണ മേഖലയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അതും ഇല്ല, ഇതും ഇല്ല ഉണ്ടാക്കി. അതും ഈ ഗവൺമെൻറ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിൽ 20 സീറ്റും അവർക്ക് കിട്ടാനുള്ള വകുപ്പുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ ഇല്ലാത്ത കാര്യം വില കൂടണം. പിന്നെ ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വില പറഞ്ഞാൽ മേടിക്കാൻ തയ്യാറാവണം. തയ്യാറാവില്ലെങ്കിൽ നമുക്ക് വില പിടിച്ചെടുത്താൻ പറ്റുമോ? ഇവിടെ സാധനങ്ങൾ ഉണ്ടാവാത്ത കാര്യമാണ് ഈ വില കൂടുന്നത്. ഇപ്പോൾ ഈ ചെറുനാരങ്ങ ഇവിടെ 120 രൂപ വിലയാണ്. ഇതിപ്പോൾ മോളെ എന്ത് വരെയ്ക്ക് എടുക്കും? ഒരു നാരങ്ങ എന്ത് വരെയ്ക്ക് എടുക്കും? 50 ദിവസത്തിന് മേലെ എടുക്കുമോ? എടുക്കില്ല. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് 70-80 ആയിട്ടാണ്. അപ്പം 50 രൂപ വെച്ച് ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ ഇഷ്ടംപോലെ വില ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഈ ഇന്ധനങ്ങളുടെ വില കുറയ്ക്കുക. ഈ പെട്രോള്, ഡീസല്, ഗ്യാസ്, ഇതിൻ്റെയൊക്കെ വില കുറഞ്ഞ 20 രൂപ വില കുറയും. ഇത് ജനങ്ങൾക്ക് കൂലിക്കാശ് കൂടുതൽ അതനുസരിച്ച് ഇവിടെ വില കയറും എല്ലാ സാധനവും. ഇപ്പോൾ ഒന്നിനും വില കുറവുള്ള ഒന്നുമില്ല. സ്വർണത്തിൻ്റെ വില കണ്ടില്ലേ? ഇപ്പോൾ സ്വർണ്ണം ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം വെച്ച് കൊടുക്കുന്ന ഇരിക്കുന്ന വീട് വെക്കേണ്ടി വരും. വീടില്ലാത്തവരെ കക്കാൻ പോണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. പിന്നെ അതുപോലെ അരിയുടെ വില നമ്മൾ ഗവൺമെൻറ് പലതും നമുക്ക് തരുന്നുണ്ട്. എന്തെങ്കിലും സൗജന്യം തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനത്തിനും വില കയറുന്നുണ്ട്. ഇപ്പോൾ ഈ വളത്തിന് വില കൂട്ടി, നെല്ലിന് വില കൂട്ടി. എന്താ കാര്യം ചെയ്യേ? നെല്ലിപ്പോൾ നമുക്ക് ഗവൺമെൻറ് എടുക്കുന്നത് 28 രൂപയ്ക്കാണ്, 28 ചില്ലറ. അപ്പോൾ വളത്തുമ്മേ 1 കിലോത്തുമ്മേ 5 രൂപ 7 രൂപ 10 രൂപ വെച്ചൊക്കെ കയറി. അപ്പോൾ ലാഭം പോയില്ലേ? അപ്പോൾ കർഷകർക്ക് ഒന്നും കിട്ടാല്ലേ അതില്ലേ?
അവരും കഷ്ടത്തിലാണ്. ഇവിടെ ഇനി രക്ഷപ്പെടണം വെച്ച് കഴിഞ്ഞാലേ അവനും പണിയെടുത്ത് അവനും ജീവിക്കണം, എന്നാലും നമുക്ക് പറ്റില്ല. അതായത് നമ്മൾ കൃഷി ചെയ്ത് അതുകൊണ്ട് നമ്മൾ ജീവിക്കണം, അങ്ങനത്തെ അവസ്ഥയായിട്ട് നിൽക്കണം. ഇവിടെ ഈ മാറ്റം വരണമെങ്കിൽ നല്ല ഭരണാധികാരി ഉണ്ടാവണം, വലിയ വേതനം ഉണ്ടാവണം. ഒരു വിഭാഗം മാത്രമേ തടിച്ചു കൊടുത്ത് പോകുന്നുള്ളൂ, മറുവിഭാഗം അതനുസരിച്ച് ഇല്ലാണ്ടാവുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉള്ളവനും ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇല്ലാത്തവരും ഇല്ലാണ്ടാവുക. അതാണ് അവന് ജോലികൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ജോലി ഇല്ല. എല്ലാ കുട്ടികളും 10ാം ക്ലാസ് കഴിയുമ്പോൾ വിദേശത്തേക്ക് വിട്ടു പോയി പഠിക്കാൻ. നല്ല വിദ്യാഭ്യാസം ഇല്ല, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇല്ല ഇവിടെ. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്കൊന്നും ജോലിയില്ല ഇവിടെ. ഒക്കെ രാഷ്ട്രീയ കൈകടത്തിൽ എത്തിക്കുകയാണ്. പഠിച്ചവർക്ക് ജോലിയില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലില്ലേ, നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമാണ്, പക്ഷെ ഇതിനൊക്കെ വലിയ വരുമാനമില്ല, സ്ഥിരമായിട്ട് ഇതല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ നിലവാരങ്ങൾ കൂടി കൂടി വരുന്നത്. ഇപ്പോഴത്തെ അന്തരീക്ഷം അത് സ്വല്പം ബാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കൊല്ലമുള്ള എല്ലാ കുട്ടികളെ ഈ വില കൂടും, സീസണിൽ വിളയുമ്പോൾ വില കുറയും, ആ വിളവെടുപ്പ് കുറയുമ്പോൾ വില കൂടും. എല്ലാ കൊല്ലമുള്ളതാണ്. ഇതെല്ലാ പത്രക്കാരും എല്ലാ ചാനലുകാരും എല്ലാ യൂട്യൂബുകാരും വന്ന് വില കൂടുമ്പോൾ ഇങ്ങോട്ട് എഴുന്നുള്ളൂ. വില കുറയാത്തപ്പം എന്താ എഴുന്നള്ളാത്ത? ഇത് വരണണ്ട. വില കുറയാത്തപ്പം എന്താ വരാത്ത? വില കുറയുമ്പോൾ പറയും കർഷകർക്ക് വില കിട്ടിയില്ല, കർഷകർക്ക് വില കിട്ടിയില്ല. വില കൂടുമ്പോൾ പറയും ഭയങ്കര കൊള്ളലാ പഠിക്കുന്നു. ഉൽപ്പന്നം കുറയുമ്പോൾ വില കൂടും. അത് ഏത് നാട്ടിലായാലും ഏത് രാഷ്ട്രത്തിലായാലും ഉണ്ടാകുന്നൊരു സ്വാഭാവികത. അതിപ്പോൾ വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിനെയോ വില കൂടിയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു സീസണിൽ കുറയും, ഒരു സീസണിൽ കൂടും, എല്ലാ കൊല്ലമുള്ളതാണ്. ആ വില കൂടുമ്പോഴാണ് ഈ എഴുന്നള്ളി വരാം എല്ലാവരും ചാനലുകാർ. അപ്പം അത് ആർക്ക് ബാധിക്കുക? ഭരിക്കുന്ന പാർട്ടിക്ക് ബാധിക്കത് അല്ലേ? ആ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ചെറുനാരങ്ങ ഇതൊരു മഴ വീണ് കഴിഞ്ഞാൽ കിലോ 10 രൂപ 20 രൂപ. അപ്പം നിങ്ങൾ ചാനലുകാർ ആരും വരില്ല. വില കൂടുമ്പോൾ തന്നെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് കുറ്റമായി. പിന്നെ അവൻ രാജിവെക്കണം, ഇവൻ രാജിവെക്കണം, ഭക്ഷ്യമന്ത്രി രാജിവെക്കണം. അതിൽ ഇതില്ല അതില്ല. ശരിക്കുള്ള വില ഇറങ്ങാൻ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെ മാർക്കറ്റിൽ. അവിടെ ഇനി ശരിക്കുള്ള ഒറിജിനലുള്ള സാധനങ്ങൾ വെക്കണത്. തൃശ്ശൂർ വെക്കണത് പച്ചക്കറീനെ ഞാൻ പറയണ ഉദ്ദേശിക്കണേ. ഒരു 5 മണി കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് സാധനങ്ങളെ കിട്ടുള്ളൂ. നല്ലതിൻ്റെ സാധനം തൃശ്ശൂർകാരറിഞ്ഞ് ഞെട്ടി പോവും. എറണാകുളത്ത് പോയി മേടിച്ച് നോക്ക്. ഇവിടെ കിലോ 20 രൂപ 30 രൂപ പറഞ്ഞ് 10 തോന്നുന്നുണ്ട് ഓടിയിരുന്ന ജനങ്ങളെ തൃശ്ശൂർക്കാർ. അതെന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ അതിനോടനുബന്ധിച്ചുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാർ മേടിക്കാനുള്ളൂ, പുറമെന്ന് ആരുമില്ല. അപ്പോൾ ഇവിടുത്തെ സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ 30 രൂപയാണ്. അതിപ്പോൾ എറണാകുളത്ത് 200 രൂപയിലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. തൃശ്ശൂരിൻ്റെ കാര്യം ഇത്രയാ. അത് സെക്കൻഡ് വെക്കുന്ന സ്ഥലമാണ് ഉച്ച തിരിഞ്ഞ. അവിടെ ഫ്രഷ് മേടിക്കാൻ ആളില്ല, നല്ലത് മേടിക്കാൻ ആളില്ല. ഇത് സ്വല്പം ഭംഗി കുറഞ്ഞ് അതൊക്കെ മേടിച്ച് ഇവിടുത്തെ ആൾക്കാർ പോകും. അതാ വില കൂടുതലാണ്, അതേപോലെ തഞ്ഞി കൊണ്ട് പോകണു. നാളെ അവർ ഈ വഴിയോടെ വരുന്നവരാണ്, നാളെ ഇറങ്ങി നോക്കണു. ശരിക്കുള്ള വില നിങ്ങൾ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അവിടെ ഫ്രഷ് സാധനമായിരിക്കും, നല്ല സാധനം കിട്ടും ചെയ്യും, നല്ല വിലയും കൊടുക്കേണ്ടി വരും. അവിടെ ഈ റോട്ടിലേക്ക് നിൽക്കുന്ന ഒരു 1/4 കിലോൻ്റെ വില പറയാ. തൃശ്ശൂർ 4 കിലോ 100, 5 കിലോ 100, 2.5 കിലോ 50. ഇവിടെ തൃശ്ശൂർ വിൽക്കുക, അതാ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇതന്നെ തൃശ്ശൂർക്കാർക്ക് ഇവിടെ വില കൂടി നിൽക്കണം.